Hello everyone, welcome to Disha Academy. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിൽ തന്നെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള ബാങ്കിങ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് ബാങ്കിന്റെ സെക്ടറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അറിയിക്കുന്നത്. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസമാണ് SBI എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ ക്ലറിക്കൽ വാക്കൻസീസ് അനൗൺസ് ചെയ്തത്. 13,000 പുറത്ത് വാക്കൻസിയോടെ ക്ലറിക്കൽ വാക്കൻസി അനൗൺസ് ചെയ്തു. അതിന്റെ തൊട്ട് പുറകെ തന്നെ എന്തും വാക്കൻസിയും അനൗൺസ് ചെയ്യുകയാണ് അവർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ PO പ്രൊബേഷണറി ഓഫീസറിന്റെ പോസ്റ്റും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, റിക്രൂട്ട്മെന്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ട് കണ്ടു തന്നെ ഇനി ഒരു 2025 ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ഒരുപാട് എന്ത് ചെയ്യും, അവസരങ്ങൾ നിങ്ങൾക്കായിട്ട് തുറന്നു തരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അത് ബാങ്കിങ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ചാൻസസ്. കാരണം നിരവധി ബാങ്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷൻസ് മാത്രമല്ല, അതിൽ കൂടെ എത്രയോ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ എന്ത് ചെയ്യാം, ഒരു കൃത്യമായ ഒരു പാറ്റേണിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് കുറച്ച് എന്താണ്, പുതിയൊരു വർഷം ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് ചേഞ്ചസ് മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. SBI POക്ക് മാത്രം, ക്ലറിക്കിന് വലിയ ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ POക്ക് അവർ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. റിവൈസ്ഡ് ആണെന്ന് പറഞ്ഞ രീതിയിൽ തന്നെ അവർ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, എവിടെയാണോ ഇനിയിപ്പോൾ ബാങ്കിന് വേണ്ടി സെക്ടറിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നവരാണ്, പ്രിപ്പറേഷൻസ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുക. അത് എക്സാം പാറ്റേണിലുണ്ട്, ആ എക്സാം നടത്തുന്ന സിലബസിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ സാലറി ഇമോളുമെന്റ്സിലും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും SBIയുടെ PO നോട്ടിഫിക്കേഷൻ വന്നതിനെ തുടർന്ന് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് അറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിയമനം വന്നിട്ടുള്ളത്. കാറ്റഗറി ബാങ്ക് ജോബിലാണ് വരുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചത് 26 ഡിസംബറിനാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലൈവ് ആവുന്നത് 27 ഡിസംബർ തൊട്ടാണ് കേട്ടോ. 27 ഡിസംബർ തൊട്ട് 16 ജനുവരി എന്നുള്ള രീതിയിലാണ് കേട്ടോ. 16 ജനുവരി വരെ ഉണ്ട്. 27 ഡിസംബർ തൊട്ട്, അതായത് ഇന്ന് തൊട്ട് ആപ്ലിക്കേഷൻ ലൈവ് ആവുന്നത് നിങ്ങൾക്ക് ഏത് ദിവസം വരെ ഉണ്ട്, 16 ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മൊത്തം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണ്, നിങ്ങൾ ഷുവർ ആണ്, നിങ്ങൾ എഴുതാൻ റെഡിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചാൻസിന് വേണ്ടി റെഡി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺ എങ്കിലും കൃത്യമായി മനസ്സിലാക്കി എങ്ങനെയാണ് ബാങ്ക് ജോബ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനെങ്കിലും രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ വാക്കൻസീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 600 വാക്കൻസീസേ വിളിച്ചിട്ടുള്ളൂ. അതൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് തെറ്റായിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണ് റെഡ്യൂസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ 600 വാക്കൻസി അല്ല നോർമലി വിളിക്കാറുള്ളത്. കുറച്ച് വാക്കൻസി കുറഞ്ഞു തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, PO വാക്കൻസി വിളിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ക്ലറിക്കിന് അവർ എത്രയാണ് 13,000 പുറത്ത് വാക്കൻസി വിളിച്ചപ്പോൾ പ്രൊബേഷണറി ഓഫീസർ അവർ കുറച്ചാണ് വിളിച്ചതെന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കോളുക. ആപ്ലിക്കേഷൻ മോഡ് നിങ്ങൾ ഓൺലൈൻ വഴി തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പിന്നെ എന്താണ് ഒരു ഇന്റർവ്യൂ സെഷൻ, ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് ഇന്റർവ്യൂ സെഷൻ എന്ന രീതിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ 3 സ്റ്റേജസ് ആണ് എല്ലാ എക്സാംസിനും, എല്ലാ ബാങ്ക് എക്സാംസിനും വരുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. നിങ്ങളുടെ ഇപ്പോൾ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് നമ്മൾ പറഞ്ഞു. ചേഞ്ചസിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിങ്ങളുടെ ബേസിക് പേ നോർമലി എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SBI POയുടെ ബേസിക് പേ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് 41,000 എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. 41,000 എന്ന രീതിയിലായിരുന്നു ആദ്യം ഒരു ടൈമിൽ, ഒരു 42-45 കിട്ടുന്ന രീതിയിലായിരുന്നു എന്തുണ്ടായിരുന്നത്, ബേസിക് പേ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് വരുത്തിയതിൻ്റെ പുറത്ത് തന്നെ അവരെന്തും ചെയ്തു, 56,480 എന്നുള്ള രീതിയിലുള്ള ഒരു ബേസിക് പേയിലേക്ക് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. 56,000 നിങ്ങൾക്കറിയാം, ആ ഒരു ഷിഫ്റ്റ് കൃത്യമായി മനസ്സിലാക്കാം. 40,000 നിന്ന് ഒരു 56,000 എന്ന് പറയുന്ന ഏകദേശം 60,000 നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു പാക്കേജിലേക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇൻക്രിമെന്റ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറുന്നവരാണ്, ഇനി SBI PO ആയിട്ട് കയറുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ അറിയാം. ഇറ്റ്സ് മോർ ദാൻ എന്താണ്, നിങ്ങളുടെ 1 ലക്ഷത്തിനേക്കാളും കൂടുതൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ സാലറി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡേറ്റ് ഉള്ളത് 27 ഡിസംബർ തൊട്ട് 16 ജനുവരി വരെയാണ് കേട്ടോ. 600 വാക്കൻസി ആണെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രിലിംസിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന വാക്കൻസിയുടെ 10% എന്താണ് എക്സ്ട്രാ 10% എക്സ്ട്രാ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, അവർ ഉറപ്പായിട്ടും മെയിൻസിലേക്ക് അവരെന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അവർ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
ഇനി അത് നമ്മുടെ വാക്കൻസീസ് വിളിച്ച രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ വാക്കൻസീസ് എത്രയാണെന്ന് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ വിളിച്ചത് 586 വാക്കൻസീസ് ആണ് ടോട്ടലി വിളിച്ചത് കേട്ടോ. അതിൽ ബാക്ക്ലോഗ് വാക്കൻസി മുന്നേ ഉണ്ടായിരുന്ന ഒരു വാക്കൻസി ഫില്ലാവാത്ത വാക്കൻസി എന്നാണ് ബാക്കിയുള്ള ബാക്ക്ലോഗ് വേക്കൻസി വിളിക്കാറുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് സിക്ക് എത്രയാണ് 87 വാക്കൻസി കൊടുത്തിട്ടുണ്ട്. എസ് ടിക്ക് 43 വാക്കൻസി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാക്ക്ലോഗ് വാക്കൻസി ആയ ഒരു 14 വാക്കൻസിയും കൂടെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണലി എസ് ടിക്ക് ഉണ്ട്. അപ്പൊ എസ് ടിക്കാരൊക്കെ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 14 വാക്കൻസി കഴിഞ്ഞ വർഷത്തെയും കൂടെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒ ബി സിക്ക് ആണെങ്കിൽ 158 വാക്കൻസി ഉണ്ട്. യു ആർ കാറ്റഗറിക്ക് 240, ഇ ഡബ്ല്യു എസിനാണെങ്കിൽ 58. ഏകദേശം യു ആറിന് 240 വാക്കൻസിയും ഒ ബി സിക്ക് 150 എബോവ് വാക്കൻസീസ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ എത്ര വരുന്നത്, 586 വാക്കൻസിയാണ് റെഗുലർ വാക്കൻസി പ്ലസ് ബാക്ക്ലോഗ് വാക്കൻസി 14 വാക്കൻസി വന്നിട്ടാണ് 600 വാക്കൻസി ആവുന്നത് കേട്ടോ. ഇതിൽ പിന്നെ എന്താണ്, നമ്മുടെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിഷ്വൽ ബുദ്ധിമുട്ടുകളുള്ളവർക്കും വാക്കൻസി പറഞ്ഞിട്ടുണ്ട്. ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ളവർക്ക് വാക്കൻസി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നമുക്ക് ലോക്കോമോഷൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള നടക്കാനും അങ്ങനത്തെ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവർക്കും അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന LD എന്ന് പറയുന്ന വേക്കൻസീസ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മൾട്ടിപ്പിൾ ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വാക്കൻസീസ് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 26 വാക്കൻസീസ് അവർക്ക് തന്നെ വരുന്നുണ്ട്. 2-3 പ്രശ്നങ്ങൾ ഒരുമിച്ചുള്ളവർക്കാണെങ്കിൽ അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേക PWD വാക്കൻസീസ് ആണ് ഇത് കേട്ടോ. അത് PWD വാക്കൻസീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരു 26 വാക്കൻസീസും 10-26 വാക്കൻസീസ് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് പലപ്പോഴും നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ എഴുതണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിലെ ഫീസ് കൊണ്ടിട്ടാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ബാങ്കിങ് സെക്ടറിൽ ഇത്രയും സാലറി ആദ്യമേ തരുന്നത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ ഫീസ് അത്ര തന്നെ ആവുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു തവണ നിങ്ങൾ അത്യാവശ്യം പഠിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നതിൽ തെറ്റ് തോന്നരുത്. SC ST PWD കാറ്റഗറിക്ക് ആണെങ്കിൽ നില്ലാണ്, നിങ്ങൾക്ക് ഡിസബിലിറ്റി SC ST കാറ്റഗറിക്ക് പൈസ ഇല്ല. അതേസമയം ജനറൽ EWS OBC കാറ്റഗറിക്ക് 750 പ്ലസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ ചാർജ് GST ചാർജസ് എന്ന് പറഞ്ഞ് കുറച്ച് ചാർജ് കാണും. ഏകദേശം 850 റേഞ്ചസിലൊക്കെ തന്നെ ആയിരിക്കും എപ്പോഴും ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ജനറൽ EWS OBC കാറ്റഗറിക്ക് 750 രൂപയാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏജ് ലിമിറ്റ് നോക്കാം. നമ്മുടെ SBI POയുടെ ഏജ് ലിമിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. പ്രൊബേഷണറി ഓഫീസറിന്റെ ഏജ് ലിമിറ്റ് ആണ്. സ്കെയിൽ 1 പോസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ 1/4/2024 ആണ്, ശ്രദ്ധിക്കുക. 1/4/2024 നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് എത്രയിനും ഇടയ്ക്കായിരിക്കണം, 21 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കും ആയിരിക്കണം. 21 to 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്ന് വരെ 1/4/2024 കേട്ടോ. 1/4/2024 നിങ്ങളുടെ ഏജ് എത്രയായിരിക്കണം, 21നും 30നും ഇടയിലായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2/4/1994നും 1/4/2003ക്കും ഇടയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് ഏജ് റിലാക്സേഷനും പറയാറുണ്ട് കേട്ടോ. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് ആണെങ്കിൽ എത്രയാണ്, 5 വർഷത്തിന്റെ റിലാക്സേഷൻ കാണും. OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷൻ. അങ്ങനെയാണെങ്കിൽ SC STക്ക് ആണെങ്കിൽ 35 വയസ്സ് വരെയും OBCക്ക് ആണെങ്കിൽ 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വാളിഫിക്കേഷൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ബാങ്കിങ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇയർ ശ്രദ്ധിക്കുക, 2025 ആണ് കേട്ടോ. ഇത് 2024 ഇത് 2025 ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 2025ന്റെ ബേസിസിലാണ്. 30/4/2025 നിങ്ങളുടെ എന്തായിരിക്കണം, നിങ്ങളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി പാസ്സായവരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഫൈനൽ ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ കാൻഡിഡേറ്റ്സ് ക്യാൻ ഓൾസോ അപ്ലൈ ഓൺലി ഇഫ് ദ പ്രൊഡ്യൂസ് പ്രൂഫ് ഓഫ് ദ ഗ്രാജുവേഷൻ ഓൺ ദ ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ. നിങ്ങളുടെ ഇന്റർവ്യൂ ആവുന്ന സമയത്ത് ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ, ഫൈനൽ ഇയറിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രൂഫ് കാണിക്കേണ്ടി വരും. ഇന്റർവ്യൂ സമയത്തിന് പ്രിലിംസ് മെയിൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതെന്ന് പറയുന്നത് ഏകദേശം ജൂൺ എന്ന് പറയുന്ന ഒരു ടൈമിലേക്കായിരിക്കും. ഇതിൻ്റെ എക്സാം ഏകദേശം ഒരു മാർച്ച് ആ ഒരു ടൈമിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ എക്സാം വരും കേട്ടോ. മാർച്ചിൽ എക്സാം വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഏകദേശം ജൂൺ കഴിഞ്ഞിട്ടായിരിക്കും ഇന്റർവ്യൂ വരുന്നത്. ആ സമയത്തിൽ നിങ്ങൾക്ക് എന്ത് കാണിക്കേണ്ടി വരും, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഗ്രാജുവേഷൻ കാണിക്കേണ്ടി വരും. അത് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫൈനൽ ഇയറിൽ നിങ്ങൾ പാസ് ആവുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ആ ഒരു കാര്യമാണ് അവർ കൃത്യമായിട്ട് പറയുന്നത്. ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BTech എഞ്ചിനീയറിംഗ് അങ്ങനത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് എല്ലാം അറ്റൻഡ് ചെയ്യാം കേട്ടോ.
ഇനി അടുത്ത SBA സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 3 ഫേസസ് ആണ് വരുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ്? പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ആണ് വരുന്നത്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. SBA പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 8th and 15th March 2025 എന്നാണ് പറയുന്നത്. 8 തൊട്ട് 15 വരെ അങ്ങനെ ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ 8th and 15th നടത്തുന്നത്. ആ ഒരു രീതിക്കാണ് കേട്ടോ. നിങ്ങളുടെ എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ എല്ലാ സെന്റേഴ്സും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴയുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ മെയിൻസ് എക്സാം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? അത് ചിലപ്പോൾ എറണാകുളം ആൻഡ് തിരുവനന്തപുരം എന്നുള്ള രീതിയിൽ ബേസിലേക്ക് മാറും. പക്ഷെ പ്രിലിംസ് ഏകദേശം എല്ലാ സെന്റേഴ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ചിലപ്പോൾ സെന്റേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അത് കൃത്യമായി ശ്രദ്ധിക്കുക. SBA പ്രിലിംസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഉറപ്പുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ച് കയറുക കേട്ടോ. അപ്പോൾ ഇനി പഠിക്കണം, എങ്ങനെ പഠിച്ച് തുടങ്ങണം? കാരണം ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ബാങ്കിങ് സെക്ടറിൽ തന്നെ ഇപ്പോൾ ഈ SBA PO എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു പൊസിഷനിങ് ആയിട്ടുള്ള ഒരു ജോബാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സാം സിലബസ് കൃത്യമായി നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കവർ ചെയ്യണമെന്നുള്ളൊരു ഡൗട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ദിശ അക്കാഡമിയുടെ SBA ഫൗണ്ടേഷൻ ബേസിലേക്ക് ചേരാവുന്നതാണ്. SBA ക്ലറിക്ക്, PO, IBPS എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? കവർ ചെയ്തായിരിക്കും പോകുന്നത്. ഇപ്പം കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തായാലും SBA ചേഞ്ച് വരുത്തിയത് അവരുടെ എക്സാം പാറ്റേണിലാണ്, അവരുടെ എക്സാം വെയിറ്റേജിലാണ്, ഓരോ സബ്ജക്ട്സിന് കൊടുക്കുന്ന വെയിറ്റേജിലാണ് അവർ ചേഞ്ചസ് വരുത്തിയത്. അതിൻ്റെ ചേഞ്ചസ് നമുക്കിനി പറയാൻ വേണ്ടിയായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ശ്രമിച്ചാൽ ചിലപ്പോൾ ആദ്യത്തെ ടൈമിൽ നിങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഫസ്റ്റ്ലി നിങ്ങൾ ഒരു കാര്യം ട്രൈ ചെയ്യുന്നെങ്കിൽ അതിന് കൃത്യമായ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓൺലൈൻ ബാച്ച് 27th December സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിപ്പം കോഴ്സ് ഫീസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണം, എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത്, കംപ്ലീറ്റ് ഫൗണ്ടേഷൻ പ്രിലിംസ് ആൻഡ് മെയിൻസ് കവർ ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ചാണ് നമ്മൾ പോകുന്നത്. ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും പോകുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ദിശ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാങ്കിങ്ങിൻ്റെ എക്സാംസും നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുകയാണ്. ഇത്രയും വാക്കൻസീസ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇനി ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് SBA PO വന്നപ്പോൾ ഉണ്ടായ ചേഞ്ചസ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. നമുക്ക് പ്രിലിംസിൽ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും സെക്ഷൻസ് ആണ്. നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഏതാണ്? ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാത്സ്, അത് കഴിഞ്ഞ് റീസണിങ് എബിലിറ്റി എന്ന് പറയുന്ന ഈ 3 സബ്ജക്റ്റാണ്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. ഇതാണ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് ഇത്രയും ക്വസ്റ്റ്യൻസും ഉണ്ട്, ഇത്ര മാർക്കുണ്ട്, ഇത്ര വെയിറ്റേജ് ഉണ്ട്, ഇത്ര ടൈം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പം എന്താണ് പ്രിലിംസിൽ വന്ന ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതുവരെ എത്രയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇപ്പം 40 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 40 ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ഫ്രം 30 മാർക്സ്. അതായത് ഇതിന് മുന്നേ എത്രയായിരുന്നു? 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? 30 മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്നത്. 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്നിടത്ത് ഇപ്പം എത്രയായി? അത് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കിന് ചോദിക്കുന്ന രീതിയിലേക്ക് അവർ കൺവേർട്ട് ചെയ്തു. അതായത് എന്തിൻ്റെ വെയിറ്റേജ് കൂട്ടി? ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് കൂട്ടി എന്നാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഇംഗ്ലീഷിന് വെയിറ്റേജ് കൂട്ടി കൊടുത്തു. ഏതിന്? പ്രിലിംസ് എക്സാമിന്. ഓക്കെ. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും എത്രയായിരുന്നു? 35 വീതമായിരുന്നു. അതിൻ്റെ വെയിറ്റേജ് എന്ത് ചെയ്യുകയാണ്? കുറയ്ക്കുകയാണ് ചെയ്തത്. അതായത് മാത്സിനും റീസണിങ്ങിനും ഇപ്പോൾ എത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ? 30 ക്വസ്റ്റ്യനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ടൈമിംഗ് ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന 20 മിനിറ്റ്സ് തന്നെയായിരുന്നു അന്ന് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവായിരുന്നത്. ഈ 35 ക്വസ്റ്റ്യന് വേണ്ടി 20 മിനിറ്റ് ആയിരുന്നു. ഇപ്പം അതിൻ്റെ സമയം കുറച്ചല്ലോ. എന്നുവെച്ചാൽ ഈ സമയം നമുക്ക് എന്താണ്? ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കുറവായതുകൊണ്ട് ഈ സമയം നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ വേണോ നമുക്ക് എക്സാം പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ടൈം ഇല്ല, അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പാറ്റേൺ ഓരോ നമ്മുടെ സെക്ഷൻസിനും പ്രത്യേകമായിട്ടുള്ള ടൈം അവർ അലോട്ട് ചെയ്തിട്ടുണ്ട്. 20 മിനിറ്റ് എന്നാണ് എല്ലാ എക്സാംസിനും പറഞ്ഞിരിക്കുക, എല്ലാ സെക്ഷൻസിനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി യൂസ് ചെയ്യുകയാണ്. കൃത്യമായ രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ചാൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ വരുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ട്, സിലബസുകളുണ്ട്. നമ്മുടെ സെന്റൻസ് കറക്ഷൻ പോലെയുള്ള എറർ ഡിറ്റക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ മാത്സിൻ്റെ റീസണിങ്ങിൻ്റെയും വെയിറ്റേജ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്രയും എന്തായാലും ഒരു റിലാക്സിങ് കിട്ടിയതുപോലെയാണ്. കാരണം നിങ്ങൾക്കറിയാം ബാങ്കിൻ്റെ മാത്സും റീസണിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കുറച്ച് അഡ്വാൻസ്ഡ് ഏരിയാസിൽ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത് തന്നെ. ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ച് എന്താണ്? ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറച്ച് എന്ത് ചെയ്യുക? എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? നമുക്കൊരു കുറച്ചൊന്ന് റിലാക്സേഷൻ എന്ന രീതിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ അത്യാവശ്യം നമുക്ക് ഓക്കെ ആണ്.
ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് എന്നുള്ള രീതിയിലാണ്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന് എന്നുള്ള രീതിയിൽ കണ്ടോ. 30 മാർക്സ് ഉണ്ടായിരുന്നു, മുമ്പ് എത്രയായിരുന്നു 35 മാർക്കിൽ നിന്ന് 30 കുറച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്ത് തന്നിരിക്കുന്നത് പ്രിലിംസിന്റെ കാര്യത്തിൽ. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മാർക്കാണ് കറക്റ്റ് ആൻസറിന്. അതുപോലെ തന്നെ 1/4 ആണ് നെഗറ്റീവ് കേട്ടോ, നെഗറ്റീവ്. പിന്നെ ഇപ്പൊ എന്തില്ല, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല, എല്ലാം കൂടെ ഓവറോൾ കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല, ഇംഗ്ലീഷിന് പ്രത്യേക കട്ട് ഓഫ്, മാത്സിന് പ്രത്യേക കട്ട് ഓഫ്, റീസണിങ് പ്രത്യേക കട്ട് ഓഫ് ഇല്ല. ഇപ്പം അങ്ങനെ ഇല്ല, പ്രിലിംസിന്റെ കാര്യത്തിൽ ഇല്ല. മെയിൻസിൽ എന്തുണ്ട്, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്, പക്ഷേ ഇതിലെന്താണ് ഓവറോൾ കട്ട് ഓഫ് ആണ് പ്രിലിംസിൽ വന്നത്. അതാണ് ഒരു ചേഞ്ച് വരുത്തിയ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക, 1 മാർക്കാണ് കറക്റ്റ് ആൻസറിന്, 1/4 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകുന്നതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ SBI POയുടെ മെയിൻസ് എക്സാമിന് അവർ വരുത്തിയ കുറച്ച് ചേഞ്ചസ് ആണ്. നമ്മൾ ഇത്രയും നാളും എങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു, ഇനി എങ്ങനെ ചേഞ്ചസ് വരുത്തി പഠിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കിക്കൊള്ളുക. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന നമുക്ക് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് എത്രയായിരുന്നു, 40 ക്വസ്റ്റ്യൻസ് നൗ ക്യാരി 60 മാർക്സ് ആയിരുന്നു. മുമ്പ് എത്രയായിരുന്നു, 50 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. 40 ക്വസ്റ്റ്യന് 50 മാർക്കായിരുന്നു നമുക്ക് മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു, അതിന് വെയിറ്റേജ് കൂട്ടി 60 മാർക്കിലോട്ട് അത് കൺവേർട്ട് ചെയ്യുകയാണ്. 60 മാർക്ക്, 40 ക്വസ്റ്റ്യൻസ് 60 മാർക്ക് എന്നുള്ള രീതിയിൽ ഏത് മാറി, റീസണിങ്. ക്വസ്റ്റ്യൻസിന് ചേഞ്ച് ഇല്ല, മാർക്കാണ് കൂടുന്നത്. അപ്പം മിസ്റ്റേക്സ് വരുത്തുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. മെയിൻസ് കുറച്ചും കൂടെ റിസ്കി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന മാത്സിന്റെ പോർഷൻ, DI പോർഷൻ എന്ന് പറയുന്നത് 30 ക്വസ്റ്റ്യൻസ് വർത്ത് 60 മാർക്സ് ആയിരുന്നു മുന്നേ. ഇപ്പൊ എന്താണ്, 30 ക്വസ്റ്റ്യൻസ് 60 മാർക്കിലോട്ട് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. 30 ക്വസ്റ്റ്യന് 60 മാർക്ക്, ഏകദേശം 2 മാർക്ക് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യന് പോകുന്ന രീതിയിൽ 30 ക്വസ്റ്റ്യൻ 60 മാർക്ക് എന്നുള്ള രീതിയിൽ മാറ്റി. മുന്നേ 40 ക്വസ്റ്റ്യൻ 50 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്ത് ചെയ്തു, വെയിറ്റേജ് കൂട്ടി. ഏതിന്റെ, മാത്സിന്റെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടെ എക്സ്ട്രാ അവർ ആഡപ്പ് ചെയ്തു. 40 ക്വസ്റ്റ്യൻസ് 50 മാർക്കായിരുന്നു മുന്നേ, ഇപ്പൊ എത്ര ചെയ്തു, 30 ക്വസ്റ്റ്യൻ ആയിട്ട് ചുരുക്കിയെങ്കിലും മാർക്കിന്റെ വെയിറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ GK പോർഷൻ. നമ്മൾ ഇത്ര നാൾ വലിയ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ഇമ്പോർട്ടൻസ് GK കൊടുക്കാറില്ല. നമ്മൾ അത്യാവശ്യം പഠിക്കും, കറണ്ട് അഫേഴ്സ്, ഫിനാൻഷ്യൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ് ഒക്കെ പോലത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെന്ത് ചെയ്തു, കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട സമയമായി. കാരണം എന്താണ്, 60 ക്വസ്റ്റ്യൻസ് ആക്കി അത് മാറ്റിയിട്ടുണ്ട്. ഇൻക്രീസ് ടു 60 ക്വസ്റ്റ്യൻസ്, 60 മാർക്ക് എന്നുള്ള രീതി മാറ്റി. മുമ്പ് 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമുക്ക് അത്യാവശ്യം ഓക്കെ ആണ്. ഒരു 10 മാർക്കിന് എന്താണ്, പിന്നെ നമ്മുടെ ജനറൽ കറണ്ട് അഫേഴ്സ് വരും. അത് കഴിഞ്ഞ ഒരു 20 മാർക്കിന് എക്കണോമിക് അവയർനെസ് അല്ലെങ്കിൽ എന്താണ് ബാങ്കിങ് അവയർനെസ് വരും. അത് കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ അത് കൂടെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്, 60 ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ചും കൂടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, നമുക്ക് കുറച്ച് റിസ്കി ആണ്. GK മാർക്ക് വാങ്ങിക്കാനാണ് എപ്പോഴും നമ്മൾ ടാസ്ക് ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് അതെന്താണ്, നിങ്ങൾ റിസ്കി ആയിട്ട് കണ്ട് തന്നെ പഠിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ റെഡ്യൂസ് ചെയ്തു. നമുക്കറിയാം പ്രിലിംസിൽ നമ്മുടെ വെയിറ്റേജ് എന്തിനായിരുന്നു, ഇംഗ്ലീഷിനായതുകൊണ്ട് തന്നെ അവർ എന്ത് വന്നു, മെയിൻസ് വന്നപ്പോൾ അതിന്റെ വെയിറ്റേജ് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. 40 ക്വസ്റ്റ്യൻസ് കേരിങ് 20 മാർക്സ് ആണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ഉള്ളത്. 40 ക്വസ്റ്റ്യൻ 20 മാർക്കേ ഉള്ളൂ. 40 ക്വസ്റ്റ്യന് വെറും 20 മാർക്കേ ഉള്ളൂ. ആ ഒരു രീതിയിൽ മാറ്റി എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുന്നേ എത്രയായിരുന്നു, 35 ക്വസ്റ്റ്യന് 40 മാർക്കായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ നോക്കിയേ, 40 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്ക് എത്ര മാർക്കേ കിട്ടുന്നുള്ളൂ. അത് അത്ര 40ഉം ശരിയാക്കി നമുക്ക് കിട്ടുന്നത് 20 മാർക്ക് മാത്രമാണ്. ആ ഒരു രീതിയിൽ അവർ എന്ത് ചെയ്തു, പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. റീസണിങ്ങിനും മാത്സിനും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് മെയിൻസിന്റെ കാര്യത്തിൽ. അതാണ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. അതായത് മുന്നേ എത്രയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ 155 ക്വസ്റ്റ്യൻ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് എത്രയാക്കി മാറ്റി, 170 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 155 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് എന്നായിരുന്നു, ഇപ്പൊ എത്രയായി, 170 ക്വസ്റ്റ്യൻ 200 മാർക്ക് എന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ചേഞ്ച് വരുത്തിയത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക. 40 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്. ഇതിനെന്താണ്, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ഇതിനെന്തുണ്ട്, സെക്ഷണൽ ടൈമിംഗും ഉണ്ട്, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട് കേട്ടോ. ഇത്ര മാർക്ക് നിങ്ങൾ ഓരോ സെക്ഷനിൽ നിന്നും വാങ്ങിക്കണം. അതുകൊണ്ട് GKയിൽ 60ന് ഇത്ര മാർക്ക് മേടിക്കണമെന്നുണ്ട്, ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക് മേടിക്കണമെന്നുണ്ട്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഇത്ര മാർക്ക് വാങ്ങിക്കണം. കുറച്ചൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്കി ആക്കിയിട്ടുണ്ട് ഇത്തവണത്തെ പരീക്ഷയെ. ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ടോട്ടൽ എത്രയാണ്, 170 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര മാർക്കിനാണ്, 200 മാർക്കിനാണ് തന്നിട്ടുള്ളത്. 170 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. ടോട്ടൽ എത്ര, 3 മണിക്കൂർ.
നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ എത്രയാണ്? 170 ക്വസ്റ്റ്യൻ എഴുതാൻ 200 മാർക്ക്, 3 മണിക്കൂർ സമയമുണ്ട്. ഇതിൻ്റെ ഒപ്പം എന്തുണ്ടായിരുന്നു? ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്. ഈ ഒരു എക്സാം കഴിയുന്ന ഉടനെ തന്നെ അടുത്ത് നിങ്ങളുടെ സ്ക്രീനിൽ എന്ത് വരുമായിരുന്നു? ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട സംഭവം തന്നെ, കുറച്ച് എന്താണ് ലെങ്തി ആയിട്ട് എസ്സേ പോലെ എഴുതാനുള്ള കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. ക്വസ്റ്റ്യൻസ് പറയുന്നില്ല, മാക്സിമം മാർക്ക് വരുന്നത് 50 മാർക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 30 മിനിറ്റ് നിങ്ങൾക്ക് 50 മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിലിപ്പം ചേഞ്ച് വരുത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചേഞ്ച് വരുത്തിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഹാസ് ബീൻ റിവാംപ്ഡ് ടു അസസ് കാൻഡിഡേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നിങ്ങളുടെ സ്കിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പം എന്താണ് മുന്നേ നടത്തിക്കൊണ്ടിരുന്നത്? ട്രഡീഷണൽ ലെറ്റർ റൈറ്റിങ്ങും എസ്സേയും മാറ്റിക്കഴിഞ്ഞു. ഇപ്പം ഇതില്ല. ഇപ്പം എന്താണ്? ഇമെയിൽ, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് ഡിസ്ക്രിപ്ഷനെ മാറ്റി കുറച്ചും കൂടെ എന്ത് ചെയ്യാണ്? ടഫ് ആക്കുകയാണ്. കാരണം എന്താണ്? അവർ സാലറി കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ഇതുണ്ടാവുമല്ലോ, ആൾക്കാർ അത്രയും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ മതി എന്നുള്ളത്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നവർ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മനസ്സിലാക്കാൻ ഇമെയിൽ, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ് ആക്കി. മുന്നേ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ എന്ന് പറഞ്ഞ പാറ്റേൺ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇമെയിൽ, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മെയിൻസും ക്വാളിഫൈ ആയി കഴിഞ്ഞാലാണ് ഫൈനൽ സെക്ഷൻ ആയിട്ടുള്ള എന്തുള്ളത്? നമുക്ക് നമ്മുടെ എന്തുള്ളത്? ഇൻ്റർവ്യൂ ഉള്ളത് കേട്ടോ. ഇൻ്റർവ്യൂ സെക്ഷൻ ഉള്ളത്. ഇൻ്റർവ്യൂ സെക്ഷൻ എന്താണ്? കംപ്രൈസസ് ഓഫ് സൈക്കോമെട്രിക് ടെസ്റ്റ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്രൂപ്പ് എക്സസൈസ്. നിങ്ങൾ ഗ്രൂപ്പിൽ എങ്ങനെയാണ് നിങ്ങളുടെ അറ്റൻഷൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഗ്രൂപ്പായിട്ടിരുന്ന ഒരു ടീം വർക്ക് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ടെസ്റ്റിംഗ് ഉണ്ട്. അതിലെന്താണ്? ഗ്രൂപ്പ് എക്സസൈസിന് 20 മാർക്ക്, ഇൻ്റർവ്യൂവിന് 30 മാർക്കും എന്നുള്ള രീതിയിൽ ടോട്ടൽ 50 മാർക്കിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഇംഗ്ലീഷും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കേണ്ടിയുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ബാങ്കിങ് സെക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടും സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ടും ആ ഒരു രീതിയിലാണ് അതിനെ കൊണ്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റ് പാസ്സാവണം, ഗ്രൂപ്പ് എക്സസൈസ് പാസ്സാവണം, പേഴ്സണൽ ഇൻ്റർവ്യൂ പാസ്സാവണം. ആ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ്? ഇത്രയും കാര്യമാണ് നമുക്ക് വരുന്നത്. പ്രിലിംസ് പാസ്സാവുക, മെയിൻസ് പാസ്സാവുക, ഇൻ്റർവ്യൂ പാസ്സാവുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി ആവുക എന്നുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ്? പ്രൊബേഷണറി ഓഫീസറായിട്ട് 1 വർഷം നിങ്ങൾക്ക് നിൽക്കണം. 1 വർഷം നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറാം? നിങ്ങൾക്ക് അവിടെ ജോലിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ആണ് 1 ഇയർ. ഇനി എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. https://bank.sba.webcareers എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി, sba.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം? സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കാണും. ന്യൂ അഡ്വർടൈസ്മെന്റ്സ്, ന്യൂ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. അപ്പോൾ അതിൽ ഈ ഒരു വെബ്സൈറ്റ് ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഡൗൺലോഡ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് എന്ത് ചെയ്യുക? ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മളിവിടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കയറി ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ്ലി വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇതിൽ എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ അവർ പറയും അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറയും. അതിലെല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ക്യാഷും അടച്ചിട്ട് നിങ്ങളുടെ ഫീസും അടച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ കൊടുക്കുക. കൃത്യമായിട്ട് വായിച്ച് നോക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുക. കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഒരു നെഗറ്റീവ്സ് വരാൻ പാടില്ല. നിങ്ങൾ കൃത്യമായ പ്രൂഫ് തന്നെ വെച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ത് ചെയ്യുക? നന്നായിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ഈ ചേഞ്ചസ്? ഇങ്ങനെ എന്താണ് പുതിയത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു ജോലി വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ വർഷം തന്നെ ഏറ്റവും നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ എല്ലാവരും കയറാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.